ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട്സിൻ്റെ ഒരു പ്രോബ്ലം. ഇതിൽ ഒരു ബൾബ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ്, സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 200 വോൾട്ട്, ലാമ്പിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 120 വോൾട്ട് 60 വാട്ട്. ബൾബിലൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാനും 60/120 0.5 ആംപിയർ. അപ്പോൾ അതിന് എക്രോസ് ആയിട്ട് മറ്റൊരു റെസിസ്റ്റർ കൂടെ കണക്ട് ചെയ്തിരിക്കുന്നു, VR എന്ന് പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് എക്രോസ് 6 കാണാൻ നമ്മളിപ്പോൾ കറണ്ട് കണ്ടുപിടിച്ച് 0.5 ഇൻറ്റു 220 തന്നിട്ടുള്ളത്. അപ്പോൾ 220 നിന്ന് 120 കുറച്ചാൽ, ഇവിടെ ഇൻഡക്ടർ ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നേരെ കുറച്ചാൽ 100 വോൾട്ട് പൊട്ടൻഷ്യൽ അക്രോസ് റെസിസ്റ്റർ കിട്ടുന്നത്. ഇൻഡക്ടർ ഉണ്ടെങ്കിൽ വെക്റ്റർ അഡീഷനിലൂടെ മാത്രമേ കണ്ടുപിടിക്കാനായിട്ട് കഴിയൂ. അപ്പം 100 വോൾട്ടാണ് ഇപ്പോൾ ആ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള ബൾബ് അല്ലാത്ത. അപ്പോൾ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 100/0.5 200 ഓമാണ് R എന്ന് പറയുന്ന ബൾബിന് സീരീസ് ആയി കൊടുത്തിരിക്കുന്ന റെസിസ്റ്ററിൻ്റെ വാല്യൂ. ഇനി 60 വാട്ട് ബൾബ് തന്നെ ഇൻഡക്ടർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നതെങ്കിൽ ബൾബിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 120 ആണ്. ഈ കറണ്ട് എന്ന് പറയുന്നത് 0.5 ആണ്, നേരത്തെ കണ്ടെത്തി. അപ്പോൾ ഈ ഇൻഡക്ടറിലൂടെ ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VL ആണ്. VL കാണണമെങ്കിൽ സപ്ലൈ വോൾട്ടേജിൻ്റെ സ്ക്വയർ മൈനസ് VB² കാണും. സപ്ലൈ വോൾട്ടേജിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 220ൻ്റെ സ്ക്വയർ, വോൾട്ടേജ് അക്രോസ് ബൾബ് 120ൻ്റെ സ്ക്വയർ, അപ്പോൾ 184 വോൾട്ട് വരും. അപ്പോൾ ഈ 184 വോൾട്ട് ഇൻഡക്ടറിന് അക്രോസ് ആണല്ലോ. സോ I ഇൻറ്റു XL എന്ന് പറയുന്നതിന് ഈക്വൽ ആണ് 184.4. 184.4നെ 0.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2πfL കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ L ഡയറക്റ്റ് കിട്ടും. 184 മീൻസ് 184 ഓൾറെഡി തന്നിട്ടുണ്ട്. 184.4 ഡിവൈഡഡ് ബൈ 0.5 കറണ്ട് ഇൻറ്റു 2π ഇൻറ്റു 2 ഇൻറ്റു 3.14 ഇൻറ്റു 50 ഹെർട്സ് ചെയ്താൽ 1.17 ഹെൻറി കിട്ടും. Ohmic resistance of 200 ohm itself dissipate large power. So that is 100 into 100 എന്താണ്, 100 into 0.5. Ohmic volt resistance 200 itself dissipate large power. So 100 volt into 0.5 എന്ന് പറയുന്നത് 0.5 കറണ്ട്, ദാറ്റ് ഈസ് 50 വാട്ടാണ്, 50 വോൾട്ടാണ്. V ഇൻറ്റു I ആണ് പവർ അല്ലേ. ഓക്കെ, വോൾട്ടേജ് അക്രോസ് R. ഇത് ഈ ആറിന് അക്രോസ് ഉള്ള പവർ ഡിസിപ്പേഷൻ ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.